സഹകാരി റേസ് പ്ലസിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും SCRT സീരീസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ എന്താണ് 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മനുഷ്യ ശരീരം ഒരു വിസ്മയം അല്ലേ, ദഹനവും ശ്വസനവും എന്നുള്ള ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചുറ്റിനും ഒരുപാട് ജീവജാലങ്ങളുണ്ട് അല്ലേടാ, ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ഇവർ ആഹാരം കഴിക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ആഹാരം ഇതൊക്കെ എന്താണ്, വ്യത്യസ്ത തരത്തിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, പശു പുല്ല് കഴിക്കുന്നു, ആടിലകൾ കഴിക്കുന്നു, പൂച്ച ഇലയെ കഴിക്കുന്നു, കരടി തേൻ കുടിക്കുന്നു. ഇങ്ങനെ നമുക്ക് ചുറ്റിനുമുള്ള ജീവജാലങ്ങൾ കഴിക്കുന്ന ആഹാരം അത് വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ അവർ കഴിക്കുന്ന രീതി ഇതെല്ലാം എന്താണെടാ, വ്യത്യസ്തമാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജീവജാലങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും 3ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അതെന്താണെടാ, സസ്യാഹാരി അല്ലെങ്കിൽ ഹെർബിവോസ്, പിന്നെയോ മാംസാഹാരി അല്ലെങ്കിൽ കാർണിവോസ്, പിന്നെ മിശ്രാഹാരി അല്ലെങ്കിൽ ഒമ്നിവോസ് എന്ന് നമ്മൾ പറയും. ഇതിലെന്താണ് ഹെർബിവോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സസ്യാഹാരികൾ, അതായത് സസ്യങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങളെ ആഹാരമാക്കി അല്ലെങ്കിൽ സസ്യങ്ങളിലൂടെ ഉണ്ടാവുന്ന ഉൽപ്പന്നങ്ങളെ ആഹാരമാക്കി ജീവിച്ചു പോകുന്ന ജീവികളാണ് ആര്, സസ്യാഹാരികൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, നമ്മുടെ പശുവും അതുപോലെ നമ്മുടെ മുയൽ അതുപോലെ എന്താണ് ആട്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, സസ്യാഹാരികൾക്ക് എക്സാമ്പിളാണ്. ഇനി കാർണിവോസ് ആരാണ്, കാർണിവോസ് അല്ലെങ്കിൽ മാംസാഹാരി ആരാണ്, ഇവരെന്ന് പറയുന്നത് എന്താണ്, മറ്റു ജീവികളുടെ മാംസം ഭക്ഷിച്ച് ജീവിക്കുന്നവരാണ് മാംസാഹാരികൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആരൊക്കെയാണ്, നമ്മുടെ കടുവയും അതുപോലെ പുലിയും സിംഹവും ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ഈ ഒരു മാംസാഹാരികൾക്ക് എക്സാമ്പിൾ ആണ്. ഇനി മിശ്രാഹാരികളുണ്ടല്ലേ, മിശ്രാഹാരി അതാണ് ഒമ്നിവോസ് എന്ന് പറഞ്ഞാൽ. ഒമ്നിവോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാംസവും ഭക്ഷിക്കും അതുപോലെ തന്നെ എന്താണ്, സസ്യവും സസ്യാഹാരങ്ങളും എന്ത് ചെയ്യും, കഴിക്കും. ഇങ്ങനെ രണ്ടും കഴിക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒമ്നിവോസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആരാണ്ട്, നമ്മൾ മനുഷ്യനുണ്ട്, കരടിയുണ്ട്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ഒമ്നിവോസിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ആദ്യം ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. ഇനി ജീവികൾ ആഹാരം സ്വീകരിക്കുകയും അതുപോലെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പോഷണം എന്ന് പറയും. പോഷണം അല്ലെങ്കിൽ അതിന്റെ ഇംഗ്ലീഷ് ആണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആഹാരം കഴിക്കുന്നു, ആ ആഹാരം നമ്മുടെ ശരീരത്തിന് പ്രയോജനപ്പെടുത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോഷണം എന്ന് പറയുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും എന്താണ്, പോഷകങ്ങളുണ്ടല്ലേ, ഈ പോഷകങ്ങളായിക്കോട്ടെ അതിലുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് പ്രയോജനപ്പെടുന്നു. ഇതിന് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷണം എന്ന് നമ്മൾ വിളിക്കുന്നത്. നോക്കിക്കേടാ, ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്, ആഹാരത്തിൽ നിന്നാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള എന്താണ്, ഈ ഒരു പോഷണം അല്ലെങ്കിൽ ഇതിനാവശ്യമായിട്ടുള്ള ഊർജ്ജം നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് നമുക്ക് ഈ ഊർജ്ജം ലഭിക്കുന്നത്. ഇനി നാം കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തിൽ വെച്ച് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കും. നമ്മൾ കഴിക്കുന്ന ആഹാരം എന്താണ്, നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് പ്രക്രിയകളിലൂടെ കടന്നു പോയിട്ടാണ് ദഹനം സംഭവിക്കുന്നതും പിന്നീട് എന്താണ് അതിലുള്ള പോഷകങ്ങൾ, ലവണങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. നോക്കിക്കേടാ, ഇനി സ്വീകരിച്ച ആഹാരം ജീവികൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്, നാം കഴിക്കുന്ന ആഹാരത്തിന് എന്ത് സംഭവിക്കുന്നു അല്ലെ, ഇതൊക്കെ നമുക്ക് അറിയണമല്ലേ. അതിൽ ആദ്യത്തെ ഘട്ടമാണ് എന്ത്, ആഹാര സ്വീകരണം. അതായത് നമ്മുടെ ഈ പോഷണം എന്ന് പറഞ്ഞ ആഹാരം നമ്മൾ സ്വീകരിച്ചത് മുതൽ എന്താണ്, അത് നമ്മുടെ ശരീരം പ്രയോജനപ്പെടുത്തുന്നു. ഇതിനിടയിൽ 5 ഘട്ടങ്ങളാണ്. അതായത് പോഷണത്തിൽ പ്രധാനമായിട്ടും 5 ഘട്ടങ്ങളാണ്, 5 എന്താണ് സ്റ്റേജസ് ആണ് ഉള്ളത്. അതിൽ ആദ്യത്തേതാണ് എന്ത്, ആഹാര സ്വീകരണം എന്ന് പറയുന്നത്. എന്താണ് ആദ്യത്തെ സ്റ്റേജിന്റെ പേര്, ആഹാര സ്വീകരണം. പേരിൽ തന്നെ ഉണ്ടല്ലേ, നമ്മൾ ആഹാരം സ്വീകരിക്കുന്നതാണ്. നോക്കിക്കേടാ, പോഷണത്തിന് 5 ഘട്ടങ്ങളാണ് ഉള്ളത്. മൊത്തം എത്ര ഘട്ടങ്ങളുണ്ട്, 5 ഘട്ടങ്ങളാണ് പോഷണത്തിനുള്ളത്. അതിന്റെ ആദ്യത്തെ ഘട്ടമാണ് എന്തെന്ന് പറയുന്നത്, ആഹാര സ്വീകരണം എന്ന് പറയുന്നത്. ആദ്യത്തെ ഘട്ടമാണ് ആഹാര സ്വീകരണം എന്ന് പറയുന്നത്. നോക്കിക്കേ, അതിന്റെ ഇംഗ്ലീഷ് എന്താണ്, ഇൻജക്ഷൻ എന്ന് നമ്മൾ പറയും. ഇംഗ്ലീഷ് എന്താണ്, ഇൻജക്ഷൻ. ഇതിൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ആഹാരം അല്ലെ, ആഹാരം നമ്മൾ സ്വീകരിക്കുന്നു, നമ്മൾ ആ വായിലേക്ക് നമ്മൾ എന്താണ് ആ ആഹാരം സ്വീകരിക്കുന്നതാണ് എന്താണ് ആഹാര സ്വീകരണം എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ആഹാരം ഉമിനീരുമായിട്ട് ചേരുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി വളരെ എന്താണ് കഴിച്ച വലിയ ആഹാരമൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കടിച്ചു പൊട്ടിച്ച് കഴിക്കുന്നു. പിന്നെ എന്താണ്, പിന്നെ നമ്മൾ ചവച്ചരയ്ക്കുന്നു. ഇങ്ങനെയുള്ള പ്രോസസ്സ് ഒക്കെ എവിടെ വെച്ചാണ് നടക്കുന്നത്, നമ്മുടെ വായിൽ വെച്ചാണ് നടക്കുന്നത്. ഇനി ഇതിൽ പ്രധാനമായിട്ടും പങ്ക് വഹിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരൊക്കെയാണ്, ചുണ്ടുണ്ട്, നാക്കുണ്ട്, പല്ലുണ്ട്. ഇവയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, ആഹാര സ്വീകരണത്തിന് പ്രധാനമായിട്ടും പങ്ക് വഹിക്കുന്നത്. ഓക്കെ അല്ലേടാ, ആരൊക്കെയാണ്, നമ്മുടെ ചുണ്ടും നാക്കും പല്ലും, ഇതൊക്കെയാണ് എന്ത്, ആഹാര സ്വീകരണത്തിന് പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആരാണ്,
പല്ലാണ് അല്ലെ. പല്ലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. നമുക്ക് നോക്കി നോക്കാം. ആഹാര പദാർത്ഥങ്ങൾ ചവച്ചരയ്ക്കുന്നത് പല്ലുകൾ ഉപയോഗിച്ചാണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ ചവച്ചരയ്ക്കുന്നതോ അല്ലെങ്കിൽ കടിച്ചു പൊട്ടിക്കുന്നതോ ഒക്കെ എന്ത് യൂസ് ചെയ്തിട്ടാണ്? നമ്മുടെ പല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ചവച്ചരയ്ക്കുന്നത് എന്താണ്? പല്ലുകൾ ഉപയോഗിച്ചാണ്. ആഹാരം കടിച്ചു മുറിക്കുന്നതിനും അതുപോലെ ചവച്ചരയ്ക്കുന്നതിനും അനുയോജ്യമായ ഘടനയും ക്രമീകരണവുമാണ് പല്ലുകൾക്കുള്ളത്. നമുക്കറിയാം നമ്മുടെ വായിലുള്ള പല്ലുകൾ, എല്ലാ പല്ലുകളും ഒരുപോലെയാണോ ഇവിടെ ഇരിക്കുന്നത്? അല്ല, വ്യത്യസ്ത തരത്തിലുള്ള പല്ലുകളാണ് ഇരിക്കുന്നത്. അതായത് അവ ചെയ്യുന്ന ധർമ്മം, ഓരോ പല്ലുകൾ എന്താണ്, ഓരോ ധർമ്മങ്ങളായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് അവയുടെ ഘടനയും എല്ലാം എന്താണ്, വ്യത്യസ്തമായിട്ട് ഇരിക്കുന്നു. ഇതൊരു പല്ലിന്റെ പിക്ചറാണ്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതിന്റെ എന്താണ്, ഉപരിതല പാളി. ഇതാ ഈ മുകളിലുള്ള ഈ ഒരു പാളിയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഇനാമലാണ് അല്ലെ. നോക്കിക്കേ, പല്ലിന്റെ ഉപരിതല പാളിയാണ് ഇനാമൽ. പല്ലിന്റെ ഉപരിതല പാളി എന്താണ്? ഇനാമലാണ്. ഈ ഇനാമൽ എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥമാണ്. എന്തെന്ന് പറയുന്നത്? ഇനാമൽ എന്ന് പറഞ്ഞ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥവും എന്താണ്? പല്ലിന്റെ ഇനാമലാണ്. അപ്പോൾ ഒരു ചോദ്യം വരാം അല്ലെ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പാളി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പല്ലിന്റെ ഇനാമലാണ്. ഓക്കെ അല്ലേ? എന്താണ് പറഞ്ഞ? പല്ലിന്റെ എന്താണ് ഏറ്റവും ഉപരിതലത്തിലുള്ള പാളിയാണ് ഇനാമൽ എന്ന് പറയുന്നത്. ഈ ഇനാമലാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എന്താണ് ഏറ്റവും ഉപരിതലത്തിലുള്ള ഈ ഇനാമലാണ് പല്ലിന്റെ ഏറ്റവും കാഠിന്യമേറിയ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പാളി എന്ന് പറയുന്നതും. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പാൽപ്പല്ലുകളും അതുപോലെ തന്നെ സ്ഥിരദന്തങ്ങളും. നമ്മൾ എന്ത് പറയും? മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ പെർമനന്റ് ടീത്ത് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. നോക്കാം അല്ലെ, കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായി വരുന്ന പല്ലുകളാണ് പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത്. നോക്കിക്കേടാ, പാൽപ്പല്ലുകൾ ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കാനായിട്ട് തുടങ്ങുന്നത്. 6 മാസം കഴിയുമ്പോഴാണ് ഒരു കുഞ്ഞിന് പല്ല് മുളയ്ക്കാനായിട്ട് തുടങ്ങുന്നത്. ഈ പല്ലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിൽക്ക് ടീത്ത് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ്, പാൽപ്പല്ലുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി മുകളിലും താഴെയുമായിട്ട് 10 വീതം 20 പാൽപ്പല്ലുകളാണ് ഉണ്ടാകുന്നത്. നോക്കിയേടാ, പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത് എന്താണ്? 6 മാസം, ഒരു കുഞ്ഞ് ജനിച്ച് 6 മാസം കഴിയുമ്പോഴാണ് പാൽപ്പല്ലുകൾ ഉണ്ടായി വരുന്നത്. ഈ പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത് എന്താണ്? 10 വീതം, മുകളിലും താഴെയുമായിട്ട് 10 വീതം 20 പാൽപ്പല്ലുകളാണ് ഉണ്ടായി വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത ആളെന്ന് പറയുന്നത് പെർമനന്റ് ടീത്ത് അല്ലെങ്കിൽ സ്ഥിരദന്തങ്ങളാണ്. ആരാണ്? പെർമനന്റ് ടീത്ത് അല്ലെങ്കിൽ സ്ഥിരദന്തങ്ങൾ. ഇതെന്താണ്? നമ്മുടെ പാൽപ്പല്ല് കുഞ്ഞുങ്ങൾക്ക് പാൽപ്പല്ല് കൊഴിഞ്ഞു പോയതിനു ശേഷം പിന്നീട് മുളയ്ക്കുന്ന പല്ലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ഥിരദന്തങ്ങൾ അല്ലെങ്കിൽ പെർമനന്റ് ടീത്ത് എന്ന് പറയുന്നത്. എന്താണ്? നോക്കിക്കേ, പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയതിനു ശേഷം പിന്നീട് മുളയ്ക്കുന്ന പല്ലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെർമനന്റ് ടീത്ത് അല്ലെങ്കിൽ സ്ഥിരദന്തങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി പാൽപ്പല്ലുകൾ പോലെ ഇതിനെന്ത് പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ എന്താണ് ഇളകിപ്പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പാൽപ്പല്ലുകൾ പോലെ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പിന്നീട് ഒരു പല്ല് എന്തെങ്കിലും മുളച്ച് വരില്ല. അതും പെർമനന്റ് ടീത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എന്താണെടാ? ഇവ പൊട്ടിപ്പോവുകയോ ഇളകിപ്പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് വരില്ല? പുതിയ പല്ലുകൾ എന്ത് ചെയ്യില്ല? മുളച്ച് വരില്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മിൽക്ക് ടീത്തും അതുപോലെ പെർമനന്റ് ടീത്തും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്ത് നമുക്ക് നോക്കിയാൽ നാം കഴിക്കുന്ന എല്ലാ ആഹാരവും ഒരുപോലെ ആണോ? നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരവും ഒരേപോലെയുള്ള ആഹാരങ്ങളാണോ ഇവിടെ കഴിക്കുന്നത്? ചിലത് ഭയങ്കര കാഠിന്യമേറിയതായിരിക്കും അല്ലെ, കടിച്ചു പൊട്ടിച്ച് കഴിക്കേണ്ടതായിട്ട് വരും. പിന്നെ ചിലത് എന്തായിരിക്കും? വളരെ ലളിതമായിട്ട് മൃദുവായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട്. അപ്പൊ അതിനനുസരിച്ച് പല്ലിന്റെ ധർമ്മങ്ങളും എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. അതായത് നമ്മുടെ വായിലുള്ള പല്ലുകൾ എന്ന് പറയുന്നത് ചില പല്ലുകൾ എന്തിനാണ്? കടിച്ചു മുറിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചിലത് എന്തിനാണ്? ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ ഇങ്ങനെ പല ധർമ്മങ്ങൾ നിർവഹിക്കുന്ന പല്ലുകൾ നമ്മുടെ വായ്ക്കുള്ളിൽ ഉണ്ട്. നോക്കിയേടാ, ഇതൊരു പല്ലിന്റെ പിക്ചറാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഈ മുന്നിലുള്ള പല്ലുകളെ നമ്മൾ വിളിക്കുന്നത് ഉളിപ്പല്ലുകൾ എന്നാണ് അല്ലെ. ഏറ്റവും ഫ്രണ്ടിലായിട്ട് കാണുന്ന പല്ലുകളെ നമ്മൾ ഉളിപ്പല്ലുകൾ എന്നാണ് വിളിക്കുന്നത്. പിന്നെ അതിന്റെ തൊട്ടടുത്തായിട്ട് ആരുണ്ട്? കോമ്പല്ലുകളുണ്ട്. കോമ്പല്ലുകൾ. പിന്നെ എന്തുണ്ട്? അഗ്രചർവണകമുണ്ട്. അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് അഗ്രചർവണകമുണ്ട്. ഇനി ഏറ്റവും അകത്തോട്ടായിട്ട് ആരാണുള്ളത്? ചർവണകമുണ്ട്. ഇത് ഈ പല്ലുകളൊക്കെ കൂടുതൽ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അകത്തോട്ടിരിക്കുന്ന പല്ലുകളൊക്കെ കൂടുതൽ എന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ആഹാരം ചവച്ചരയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന പല്ലുകളാണ് അഗ്രചർവണകവും അതുപോലെ ചർവണകവും എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഓരോത്തിന്റെ ഫങ്ഷൻസ് നമുക്ക് നോക്കി നോക്കാം. നോക്കിക്കേ, വ്യത്യസ്ത തരം പല്ലുകൾ, നമ്മുടെ വായിലുള്ള വ്യത്യസ്ത തരം പല്ലുകളാണ് ഈ ഒരു ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്നത് ഈ പല്ലുകൾ എവിടെ കാണുന്നു, അതിന്റെ സ്ഥാനം എവിടെയാണ്, അത് എത്ര വീതം നമ്മുടെ വായിൽ ഉണ്ട് എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. മൂന്നാമതായിട്ട് അതിന്റെ ഉപയോഗമാണ് പറയുന്നത്. നോക്കി നോക്കാം. ആദ്യത്തെ ആളാരാണ്? ഉളിപ്പല്ലാണ് അല്ലെങ്കിൽ ഇൻസിസർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. നോക്കിക്കേടാ, മുൻവശത്തും മുകളിലും താഴെയുമായി 4 പല്ലുകൾ വീതം. നമ്മുടെ മുൻവശത്ത് ഏറ്റവും മുൻവശത്ത് കാണുന്ന പല്ലാണ്. അത് മുകളിലും താഴെയുമായിട്ട് എത്ര പല്ലുകളുണ്ട്? 4 പല്ലുകൾ വീതമാണ് നമുക്ക് ഉളിപ്പല്ലുകൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ ഉളിപ്പല്ലുകൾ നമ്മളെ എന്തിനാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെടാ? ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ
സഹായിക്കുന്നു. നമ്മൾ കഴിക്കുന്ന എന്താണ് ഭയങ്കര കാഠിന്യമേറിയ വസ്തുക്കളൊക്കെ ആണെങ്കിൽ അതിനെ കടിച്ചു മുറിക്കാനായിട്ട് ആര് സഹായിക്കുന്നു? ഈ ഫ്രണ്ടിലുള്ള അല്ലെങ്കിൽ മുന്നിലുള്ള ഉളിപ്പല്ലുകൾ സഹായിക്കുന്നു. ഉളിപ്പല്ലുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ആ ഒരു ഏറ്റവും മുന്നിലായിട്ട് കാണപ്പെടുന്ന പല്ലുകളാണ്. അത് എത്ര എണ്ണം വീതം ഉണ്ട്? 4 വീതം, 4 പല്ലുകൾ മുകളിലും താഴെയുമായിട്ട് എന്താണ് 4 പല്ലുകൾ വീതമാണ് ഉള്ളത്. ഓക്കെ അല്ലേ? അടുത്തെന്ന് പറയുന്നത് കോമ്പല്ലാണ് അല്ലെങ്കിൽ കനൈൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഇനി ഇതെവിടെയാണ് കാണപ്പെടുന്നത്? ഉളിപ്പല്ലുകളുടെ സമീപം അല്ലെ, നമ്മൾ നേരത്തെ പഠിച്ച ഉളിപ്പല്ലുകളുടെ തൊട്ടടുത്തായിട്ടാണ് ആര് വരുന്നത്? കോമ്പല്ലുകൾ വരുന്നത്. ഇരുവശങ്ങളിലും മുകളിലുമായി 2 പല്ലുകൾ വീതം അല്ലെ, രണ്ട് വശങ്ങളിലുമായിട്ട് മുകളിലും താഴെയുമായിട്ട് എത്ര പല്ലുകളാണുള്ളത്? 2 പല്ലുകളാണ് നമുക്ക് കോമ്പല്ലുകളായിട്ട് ഉള്ളത്. ഇതും എന്തിനാണ് സഹായിക്കുന്നത്? ആഹാര വസ്തുക്കൾ കടിച്ചു കീറാനാണ് സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോമ്പല്ലുകളും എന്തിനാണ്? കോമ്പല്ലായിക്കോട്ടെ അതുപോലെ തന്നെ ഉളിപ്പല്ലുകൾ, ഇത് രണ്ടും നമ്മൾ എന്തിനാണ് സഹായിക്കുന്നത്? ആഹാര വസ്തുക്കളെ കടിച്ചു കീറാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഇനി ഉളിപ്പല്ലുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ മുൻവശത്ത് മുകളിലും താഴെയുമായിട്ട് 4 പല്ലുകൾ വീതമായിട്ടാണ് കാണപ്പെടുന്നത്. അതേസമയം കോമ്പല്ലുകളാണെങ്കിൽ എങ്ങനെയാണ്? നമ്മുടെ ഉളിപ്പല്ലുകൾക്ക് സമീപമായിട്ട് ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് 2 വീതം പല്ലുകൾ വീതമാണ് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്തതെന്ന് പറയുന്നത് അഗ്രചർവണകം അല്ലെങ്കിൽ പ്രിമോളാർ എന്ന് നമ്മൾ പറയും. ഇതെവിടെയാണ് കാണപ്പെടുന്നത്? കോമ്പലിന് സമീപം അല്ലെ, കോമ്പൽ നമ്മൾ നേരത്തെ പഠിച്ച കോമ്പലിന് തൊട്ടടുത്തായിട്ടാണ് ആര് വരുന്നത്? അഗ്രചർവണകം വരുന്നത്. നോക്കിക്കേ, ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 4 പല്ലുകൾ വീതം, നമ്മുടെ ഇരുവശങ്ങൾ 2 വശങ്ങളിലുമായിട്ട് മുകളിലും താഴെയുമായിട്ട് 4 പല്ലുകൾ വീതമാണ് ആരുള്ളത്? അഗ്രചർവണകം ഉള്ളത്. ഓക്കെ, ഇതെന്തിനാ സഹായിക്കുന്നത്? ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ഇതൊക്കെ ഉള്ളിലോട്ടിരിക്കുന്ന പല്ലുകളാണ് അല്ലേ? അപ്പോൾ ഇതെന്തിനാണ് സഹായിക്കുന്നത്? നമ്മൾ നേരത്തെ ഇപ്പം നമ്മൾ ഉളിപ്പല്ലും കോമ്പല്ലും ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനം കടിച്ച് പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചവച്ചരച്ച് അല്ലെ, ആ ആഹാരത്തെ ചവച്ചരയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പല്ലുകളാണ് ഏതെന്ന് പറയുന്നത്? അഗ്രചർവണകം എന്ന് പറയുന്നത്. ഇനി ഇതെവിടെയാണ് കാണപ്പെടുന്നത്? കോമ്പല്ലുകൾക്ക് സമീപമായിട്ട് ഇരുവശങ്ങളിലുമായിട്ട് മുകളിലും താഴെയുമായിട്ട് എന്താണ് 4 പല്ലുകൾ വീതമായിട്ടാണ് നമുക്ക് അഗ്രചർവണകം കാണാനായിട്ട് കഴിയുന്നത്. ഇനി ചർവണകമുണ്ട് അല്ലെ, അടുത്തതാണ് ചർവണകം അല്ലെങ്കിൽ മോളാർ എന്ന് നമ്മൾ പറയും. ഇതെവിടെയാണ് കാണപ്പെടുന്നത്? മുകളിലും താഴെയുമായിട്ട് നമ്മുടെ എന്താണ് അഗ്രചർവണകന്റെ അടുത്തായിട്ടാണ് മുകളിലും താഴെയായിട്ട് 6 പല്ലുകൾ വീതമാണ് ആരുള്ളത്? നമ്മുടെ ചർവണകം അല്ലെങ്കിൽ എന്താണ് മോളാർ ഉള്ളത്. ഇനി ഇതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നോക്കിക്കേ, മുകളിലും താഴെയുമായിട്ട് 6 പല്ലുകൾ വീതം. ഇതും ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. നോക്കിക്കേ, നമ്മുടെ അഗ്രചർവണകം പോലെ തന്നെ അകത്തേക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതാണ് ആര്? ചർവണകം എന്നും പറയുന്നത്. അപ്പം ഉളിപ്പല്ലുകളും കോമ്പല്ലുകളും നമ്മൾ എന്തിനാണ് സഹായിക്കുന്നത്? ആ ആഹാര സാധനങ്ങളെ കടിച്ചു പൊട്ടിക്കാനായിട്ടാണ് സഹായിക്കുന്നത്. അതേസമയം നമ്മുടെ അഗ്രചർവണകവും ചർവണകവും നമ്മൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ആ ആഹാരത്തിനെ എന്താണ് ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഇനി നമുക്കറിയാം, നമ്മൾ ആദ്യം പഠിച്ചു മാംസാഹാരികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് കടുവയും സിംഹവും ഒക്കെ എന്താണ്? മാംസാഹാരികളാണ്, അതായത് മാംസം മാത്രം ഭക്ഷിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മാംസാഹാരികളുടെ കോമ്പല്ലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചിരിക്കുന്നു. നമ്മൾ കടുവയും സിംഹത്തിനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ആ ഒരു കോമ്പല്ലുകൾ എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കരമായിട്ട് വലുതാണ് അല്ലേ? അതെന്തിനു വേണ്ടിയിട്ട്? ആ മാംസത്തെ കടിച്ചു കീറാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നതാണ് ആ കോമ്പല്ലുകൾ എന്ന് പറയുന്നത്. അതേസമയം സസ്യാഹാരികളുണ്ടല്ലേ, പശു, ആടൊക്കെ എന്താണ്? സസ്യാഹാരികളാണ്. ഇവർക്ക് എങ്ങനെയാണ്? ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചു മുറിക്കാനും അണപ്പല്ലുകൾ ആഹാരം ചവച്ചരയ്ക്കാനും സഹായിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഉളിപ്പല്ലുകളാണ് അവർ എന്ത് ചെയ്യുന്നത്? ആഹാരം കടിച്ചു മുറിക്കാനും, പിന്നെ അണപ്പല്ലുകളാണ് ആഹാരം എന്ത് ചെയ്യുന്നത്? ചവച്ചരയ്ക്കാൻ വേണ്ടി അണപ്പല്ലുകളുമാണ് സഹായിക്കുന്നത്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ പല്ലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാറുണ്ട് അല്ലേ? ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അതായത് നമ്മുടെ മാർബിൾ ഉണ്ടല്ലോ, ഈ മാർബിൾ എന്ന് പറയുന്നത് എന്താണ്? കാൽസ്യം സംയുക്തം കൊണ്ട് നിർമ്മിതമായ കാഠിന്യമേറിയ ഒരു പദാർത്ഥമാണ് മാർബിൾ എന്ന് പറയുന്നത്. ഈ മാർബിളിനെ നമ്മൾ എന്ത് ചെയ്യണം? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ട് വെക്കുകയാണ്. അപ്പോൾ ഈ മാർബിൾ എന്ന് പറയുന്നത് എന്താണ്? കാൽസ്യം സംയുക്തം കൊണ്ട് നിർമ്മിച്ച ഒരു കാഠിന്യമേറിയ ഒരു പാളിയാണ് എന്ത് പറയുന്നത്? മാർബിൾ എന്ന് പറയുന്നത്. ഈ മാർബിളിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ട് വെച്ചതിന് ശേഷം നമ്മളൊരു ഹാൻഡ് ലെൻസിലൂടെ അതിനെ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കൂടാ? ഈ മാർബിളിന്റെ കഷ്ണം എന്താണ്? ദ്രവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ആസിഡ് ആണല്ലേ, അപ്പോൾ അതിൽ ഇട്ട് വെച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മാർബിളിന്റെ കഷ്ണം എന്ത് ചെയ്യുന്നു? ദ്രവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെയാണ് നമ്മുടെ പല്ലുകളുടെയും അവസ്ഥ. അത് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഉദാഹരണം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേടാ, മാർബിൾ കഷ്ണം ദ്രവിക്കുന്നതായി കണ്ടില്ലേ? ആസിഡ് കാൽസ്യം സംയുക്തമായിട്ടുള്ള മാർബിൾ പ്രവർത്തിച്ചതാണ് ആസിഡ് കാൽസ്യം സംയുക്തമായിട്ടുള്ള മാർബിളുമായി പ്രവർത്തിച്ചതിന്റെ
അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദ്രവിക്കൽ അവിടെ സംഭവിച്ചതെന്നാണ് പറയുന്നത്. ഇനി നോക്കിക്കേടാ, പല്ലിന്റെ ഇനാമലും ഒരു കാൽസ്യം സംയുക്തമാണ്. ഇനി നേരത്തെ അതുപോലെ തന്നെ നമ്മുടെ പല്ലിന്റെ ആ ഒരു ഇത് എന്താണ്, പല്ലിന്റെ ഇനാമൽ എന്ന് പറയുന്നത് ഒരു കാൽസ്യം എന്താണ് സംയുക്തം ആണ്. ഇതെന്ത് ചെയ്യുന്നു, ആസിഡുമായിട്ട് പ്രവർത്തിക്കും. ഇത് ആസിഡുമായിട്ട് പ്രവർത്തിക്കും. എന്ത് സംഭവിക്കുന്നു, കാലക്രമേണ നമ്മുടെ പല്ലുകൾ നശിക്കാൻ കാരണമാകുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ പല്ലിന് ദന്തക്ഷയം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ പല്ലുകൾ നശിക്കാൻ കാരണമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പല്ലുകൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു കാൽസ്യം സംയുക്തം. അതിന്റെ ഇനാമൽ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഇനാമൽ പഠിച്ചു അല്ലേ, ആ ഇനാമൽ എന്ന് പറയുന്നത് ഒരു കാൽസ്യം സംയുക്തമാണ്. ഈ കാൽസ്യം സംയുക്തം എന്ത് സംഭവിക്കുന്നു, ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, കാലക്രമേണ, ഇത് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, കാലക്രമേണ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ പല്ലുകൾക്ക് എന്താണ് ആ ഒരു ദന്തക്ഷയം അല്ലെങ്കിൽ അത് നശിച്ചു പോവാനായിട്ട് ഇടയാകുന്നു. ഇത് മാത്രമല്ല വേറെയും കാരണങ്ങളുണ്ട് പല്ലുകൾ നശിച്ചു പോകാനായിട്ട് ആസിഡുമായിട്ട്. അത് മാത്രമാണ് ഇവിടെ കാരണം, ഒരുപാട് കാരണങ്ങളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. നോക്കിക്കേടാ, ഡോക്ടർ എൻ്റെ ചേച്ചിയുടെ ചില പല്ലുകൾ എന്താണ് കേട് വന്നതായിട്ട് കാണുന്നു. കൊച്ചു പറയാണ് എൻ്റെ ചേച്ചിയുടെ പല്ലുകൾ എന്താണ് കേട് വന്നതായിട്ട് കാണുന്നു എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഡോക്ടർ പറയുന്നത്, ആഹാരം കഴിച്ചതിന് ശേഷം എന്താണ് ശരിയായി വൃത്തിയാക്കിയില്ലെങ്കിൽ ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഇത് എന്താണ് ബാക്ടീരിയകൾ, ഇതിൽ എന്താണ് ബാക്ടീരിയകൾ പോഷണം നടത്തും. അപ്പം നമ്മൾ ആഹാരം കഴിച്ചിട്ട് നമ്മൾ എന്താണ് വായ കൃത്യമായിട്ട് കഴുകിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ബാക്ടീരിയകൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ പല്ലുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുകയും അവിടെ ബാക്ടീരിയകൾ എന്ത് ചെയ്യും, പോഷണം നടത്തുകയും എന്ത് ചെയ്യും, തൽഫലമായി ലാക്റ്റിക് ആസിഡ് ഉണ്ടാകും. അവിടെ എന്തുണ്ടാവും, അവിടെ ലാക്റ്റിക് ആസിഡ് അവിടെ ഉണ്ടാകും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതാണ് നമ്മുടെ പല്ലുകളെ കേടുവരുത്തുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആഹാരം കഴിച്ചിട്ട് നമ്മൾ എന്താ കൃത്യമായിട്ട് വായ കഴുകിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ബാക്ടീരിയകൾ അല്ലെ, ബാക്ടീരിയകൾ അവിടെ പോഷണം നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് ഏത് ആസിഡ് അവിടെ ഉണ്ടാവും, അവിടെ ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുകയും ഈ ലാക്റ്റിക് ആസിഡാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, കാലക്രമേണ പല്ലുകൾ എന്ത് ചെയ്യുന്നത്, കേട് വരുത്തുന്നു എന്നാണ് ആ ഡോക്ടർ അവിടെ പറയുന്നത്. ഇനി ചോദിക്കുന്നു, ലാക്റ്റിക് ആസിഡ് വളരെ വീര്യം കുറഞ്ഞ ഒരു ആസിഡ് ആണല്ലോ, അതെങ്ങനെയാണ് പല്ലുകളെ നശിപ്പിക്കുന്നതെന്നാണ് ആ കൊച്ചു ചോദിക്കുന്നത്. അപ്പോൾ ഡോക്ടർ എന്താ ഉത്തരം കൊടുക്കുന്നത്, കാൽസ്യം സംയുക്തമായിട്ടുള്ള മാർബിൾ, നമ്മൾ നേരത്തെ പഠിച്ചു കാൽസ്യം സംയുക്തമായിട്ടുള്ള മാർബിൾ എന്താണ്, ആ മാർബിൾ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ടപ്പോൾ അതെന്ത് ചെയ്തു, അതും വളരെ എന്താണ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ടിട്ടും ആ മാർബിൾ ദ്രവിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ എന്തും സംഭവിക്കും, ഈ ഒരു നമ്മുടെ ഈ പല്ല് അല്ലെങ്കിൽ എന്താണ് ലാക്റ്റിക് ആസിഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലേ, അപ്പോൾ ആ ലാക്റ്റിക് ആസിഡുമായിട്ട് എന്താണ് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പല്ലും എന്ത് ചെയ്യും, ദ്രവിക്കും എന്നാണ് ഡോക്ടർ പറയുന്നത്. നോക്കിയടാ, കാൽസ്യം സംയുക്തമായ മാർബിൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ അത് ദ്രവിക്കുമെന്ന് അറിയാമല്ലോ, നമ്മൾ കണ്ടു അല്ലേ. ഇനി അതുപോലെ കാൽസ്യം സംയുക്തമായിട്ടുള്ള ഇനാമലും അതുപോലെ ലാക്റ്റിക് ആസിഡ്, നമ്മുടെ പല്ലിലുള്ള ഇനാമലും അതുപോലെ നേരത്തെ പറഞ്ഞ ആ ബാക്ടീരിയയുടെ പോഷണം നടത്തുന്നതിലൂടെ ഉണ്ടായി വരുന്ന ലാക്റ്റിക് ആസിഡുമായിട്ട് എന്താണ് പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അത് പല്ലുകളെ എന്താണ് ദ്രവിപ്പിക്കാൻ ഇടയാക്കുന്നു. നമ്മൾ മാർബിൾ ദ്രവിച്ചതുപോലെ പല്ലുകളും ദ്രവിക്കാനായിട്ട് ഇടയാക്കുന്നു. ദീർഘകാലം കൊണ്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. ഇത് പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല. ഇതെന്താണ്, ദീർഘകാലം കുറേ നാൾ പിടിച്ചാണ് നമ്മുടെ പല്ലുകൾ എന്തായി പോകുന്നത്, കേടായിട്ട് പോകുന്നത്. ഇനി നോക്കിക്കേ, ഞാൻ രാത്രിയിൽ പല്ല് നന്നായി വൃത്തിയാക്കും, എന്നാൽ ചിലപ്പോൾ മധുര പലഹാരങ്ങൾ കഴിച്ചിട്ട് വായ കഴുകാതെ കിടക്കാറുമുണ്ട്. അപ്പം അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്താണ് പറയുന്നത്, ഏത് ആഹാരം കഴിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം, വായ നന്നായിട്ട് വൃത്തിയാക്കണം. അതെന്താണ്, മധുരമുള്ള വസ്തുക്കളാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ കഴുകണം. കാരണം എന്ത് ചെയ്യുന്നു, മധുരമുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുന്നു, ബാക്ടീരിയയുടെ പ്രവർത്തനത്തെ വേഗത്തിലാക്കുന്നു. എന്താണ്, മധുരമുള്ള വസ്തുക്കൾ അവ എന്ത് ചെയ്യുന്നു, ബാക്ടീരിയയുടെ പ്രവർത്തനത്തെ വേഗത്തിൽ ആക്കുന്നു. ഇനി രാവിലെയും അതുപോലെ ഭക്ഷണത്തിന് മുമ്പും അതുപോലെ രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യണം, ബ്രഷ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. വായ വൃത്തിയാക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണ്, ആ ഒരു നമ്മൾ ആഹാരം കഴിച്ചിട്ട് വായ വൃത്തിയാക്കില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ബാക്ടീരിയാസിൻ്റെ ഇതിലൂടെ ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുന്നു. ഈ ലാക്റ്റിക് ആസിഡ് നമ്മുടെ പല്ലിൻ്റെ ഇനാമലുമായിട്ട്, പല്ലിൻ്റെ ഇനാമലിൻ്റെ എന്ത് ചെയ്യുന്നു, പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അതിന് കാലക്രമേണ എന്ത് ചെയ്യുന്നു, ആ പല്ലുകൾ കേടുവരാനായിട്ട് ഇടയാക്കുന്നു. ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്ന നാക്കാണ് അല്ലേ. നമ്മൾ ആ വായിൽ ആഹാര സ്വീകരണം, പോഷണത്തിന്റെ ആദ്യത്തെ ഘട്ടത്തിന്റെ പേരെന്താണ്, ആഹാര സ്വീകരണമാണ് അല്ലേ. ഈ ആഹാര സ്വീകരണത്തിൽ നമ്മൾ പല്ലിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ പഠിച്ചിട്ട് വന്നത്. പല്ല് ഏതൊക്കെ തരത്തിലുള്ള പല്ലുകളുണ്ട്, ആ പല്ലുകൾ എന്തൊക്കെ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ട് വന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന നാക്കാണ് അല്ലേ. നോക്കിക്കേ, രുചി അറിയാൻ നാക്കിലെ സ്വാദുമുകുളങ്ങൾ നമ്മളെ സഹായിക്കുന്നു. നമ്മൾ കഴിക്കുമ്പോൾ അത് എരിവാണോ പുളിയാണോ അല്ലെങ്കിൽ ഉപ്പാണോ ഇതൊക്കെ നമ്മൾ
നമ്മൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ആരാണ്ട്? നാക്കാണ് അല്ലെ. അപ്പൊ സ്വാദ് മുകുളങ്ങൾ എന്താണ്? നാക്കിലുള്ള സ്വാദ് മുകുളങ്ങളാണ് നമ്മളെ ഈ രുചി അറിയാനായിട്ട് സഹായിക്കുന്നത്. ഇനി നോക്കിക്കേ, നാക്കിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? എന്താണ്? വിഴുങ്ങാൻ സഹായിക്കുന്നു. നാക്ക് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ആഹാരത്തെ നമ്മൾ വിഴുങ്ങുന്നത്. പിന്നെ പല്ലുകൾക്ക് ചവച്ചരയ്ക്കാൻ പാകത്തിന് ആഹാരത്തിന് വായിലേക്ക് വെച്ചു കൊടുക്കുന്നു അല്ലെ. നമ്മൾ ആ പല്ലുകൾക്ക് ചവച്ചരയ്ക്കാൻ ആ ഒരു പാകത്തിന് നമ്മൾ ആഹാരത്തെ വെച്ചു കൊടുക്കുന്നത് ആരാണ്? നാക്കാണ്. ഇനി നമ്മുടെ പല്ലിലും അതുപോലെ തന്നെ എല്ലായിടത്തും പറ്റിപ്പിടിച്ചിരിക്കുന്ന, പല്ലിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു എന്താണ് വസ്തുക്കളെ നീക്കം ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്? നാക്ക് നമ്മളെ സഹായിക്കാറുണ്ട്. നോക്കിക്കേ, വായിൽ ഉമിനീരുണ്ടല്ലോ. ദഹന പ്രക്രിയയിൽ ഉമിനീരും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ വായിൽ എന്തുണ്ട്? ഉമിനീരുണ്ടല്ലേ. അപ്പൊ ആ ഉമിനീരും എന്തിനു സഹായിക്കുന്നുണ്ട്? ആ ഒരു ദഹന പ്രക്രിയയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ അല്ലേടാ? പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, ആ ഉമിനീർ ഗ്രന്ഥിയുടെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഉമിനീർ ഗ്രന്ഥിയുടെ പിക്ചർ, ഇതാണ് ഉമിനീർ ഗ്രന്ഥി. അതിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ വായിലുള്ള ഉമിനീർ ഗ്രന്ഥിയും എന്തിനൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്? നമ്മുടെ ഈ ഒരു ദഹന പ്രക്രിയയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഇനി ഓക്കെ, നമ്മൾ ആഹാര സ്വീകരണം പറഞ്ഞില്ല. ആഹാര സ്വീകരണം, വായിലേക്ക് ആഹാരം എത്തുന്നു, അവിടെ പല്ലുകൾ എന്ത് ചെയ്യുന്നു? കടിച്ചു പൊട്ടുകയും ചവച്ചരയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിന് ആര് സഹായിക്കുന്നുണ്ട്? നാക്കും സഹായിക്കുന്നുണ്ട്. പിന്നെ ഉമിനീർ ഗ്രന്ഥി അല്ലെ, ഉമിനീരും അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അവിടെ നിന്ന് പിന്നീട് ഈ ആഹാരം എങ്ങോട്ടേക്ക് പോകുന്നു അല്ലെ? നമ്മൾ കഴിക്കുന്ന ആഹാരം പിന്നീട് എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളത് നമുക്കറിയണം അല്ലെ. നോക്കിക്കേടാ, ആഹാരം അന്നപഥത്തിലൂടെ, എവിടേക്ക്? അന്നപഥത്തിലൂടെ വായിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെടുന്ന ആഹാരം പിന്നീട് ദഹന വ്യവസ്ഥയിലൂടെ ഏത് ഭാഗത്തേക്കാണ് എത്തിച്ചേരുന്നത് നമുക്ക് നോക്കാം. നോക്കിക്കട്ടെ, വായിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെട്ട ആഹാരം അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വായിൽ വെച്ച് ചവച്ചരച്ച ആഹാരം എന്ത് ചെയ്യുന്നു? അന്നനാളത്തിലൂടെ. ഇതാണ് അന്നനാളം. നോക്കിക്കേടാ, ഒരു കുഴല് പോലെ ഇരിക്കുന്ന ഈ ഒരു ഭാഗമാണ് അന്നനാളം എന്ന് പറയുന്നത്. ഈ അന്നനാളത്തിലൂടെ എവിടേക്ക് എത്തിച്ചേരുന്നു? ആമാശയം. ഇതാണ് ആമാശയം. ഈ ആമാശയത്തിലേക്ക് എന്തെത്തിച്ചേരുന്നു? നമ്മൾ നേരത്തെ ചവച്ചരച്ച ആഹാരം എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പം ആമാശയത്തിലേക്ക് ആഹാരം എത്തിക്കുന്നത് ഏത് വഴിയിലൂടെയാണ്? അന്നനാളത്തിലൂടെയാണ്. ഓക്കെ, ആ അന്നനാളത്തിന്റെ പിക്ചറും ആ ആമാശയം, അത് രണ്ടുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നോക്കിയടാ, വായ്ക്കുള്ളിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെട്ട ആഹാരം അന്നനാളത്തിലൂടെ, അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് എത്തിച്ചേരുന്നു. ഓക്കെ, വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് അന്നനാളം. ഞാൻ നേരത്തെ പറഞ്ഞു ഇതെന്താണ്? ഒരു കുഴലാണല്ലേ. നമ്മുടെ ഈ വായയെ ഈ ആമാശയമായിട്ട് ബന്ധിപ്പിക്കുന്ന ഈ ഒരു കുഴലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അന്നനാളം എന്ന് പറയുന്നത്. വായയെ എന്താണ്? ആമാശയമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് അന്നനാളം എന്ന് പറയുന്നത്. ഈ അന്നനാളം എന്ന് പറയുന്നത് പേശികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. പേശികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം വരുന്നുണ്ട്. എന്താണ്? അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം. ഈ അന്നനാള ഭിത്തിക്ക് എന്തുണ്ട്? ഒരു തരംഗ രൂപത്തിലുള്ള ചലനമുണ്ട്. ഈ ചലനം കൊണ്ടാണ് അവിടെ നിന്ന് ആഹാരം എവിടെ എത്തുന്നത്? നമ്മുടെ ആമാശയത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെരിസ്റ്റാൾസിസ് എന്ന് വിളിക്കുന്നത്. പെരിസ്റ്റാൾസിസ് എന്ന് വിളിക്കുന്നത് ആ ഒരു പ്രോസസ്സിനെയാണ്. ഒന്നുകൂടെ നോക്കിക്കേടാ, അന്നനാള ഭിത്തിയിലൂടെ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ആഹാരം എവിടെ എത്തുന്നത്? ആമാശയത്തിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മുടെ അന്നനാള ഭിത്തിയിൽ എന്തുണ്ട്? ഒരു തരംഗ രൂപത്തിലുള്ള ചലനമുണ്ട്. ആ ചലനത്തിലൂടെയാണ് ആഹാരം പതിയെ പതിയെ എവിടേക്ക് എത്തുന്നത്? ആമാശയത്തിലേക്ക് എത്തിച്ചേരുന്നത്. ആ ഒരു പ്രോസസ്സിന്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പെരിസ്റ്റാൾസിസ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം. എവിടെ വരുന്നത്? ആഹാര സ്വീകരണം എന്നുള്ള പോഷണത്തിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി ആഹാരം എവിടെ എത്തി? ആമാശയത്തിൽ എത്തിച്ചേർന്നു. അപ്പൊ നമ്മൾ വായ്ക്കുള്ളിൽ വെച്ച് ചവച്ചരച്ച ആഹാരം അന്നനാളത്തിലൂടെ എവിടെ എത്തി? ആമാശയത്തിൽ എത്തി. ഇനി ആമാശയത്തിൽ എത്താൻ ഹെൽപ്പ് ചെയ്ത ഒരു പ്രോസസ്സാണ് എന്ത്? പെരിസ്റ്റാൾസിസ് അല്ലെ. നമ്മുടെ അന്നനാള ഭിത്തിയുടെ തരംഗ ചലനം അല്ലെ, അതിലൂടെ എന്ത് ചെയ്യുന്നു? ആഹാരം ആമാശയത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇനി വായ്ക്കുള്ളിൽ വെച്ച് ദഹനം ആരംഭിച്ച ആഹാര പദാർത്ഥങ്ങൾ അന്നനാളം വഴി എവിടെ എത്തുന്നു? ആമാശയത്തിൽ എത്തിച്ചേരുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ആമാശയത്തിൽ വെച്ച് പോഷണത്തിന്റെ രണ്ടാം ഘട്ടം നോട്ട് ചെയ്യുക. രണ്ടാം ഘട്ടം അല്ലെ, പോഷണത്തിന്റെ രണ്ടാം ഘട്ടം ഏതാണ്ട്? ദഹനമാണ്. ദഹനം. നമ്മൾ ആദ്യത്തെ ഘട്ടം ഏതായിരുന്നു? ആഹാര സ്വീകരണമാണ് ആദ്യത്തെ ഘട്ടം അല്ലെ. വായിൽ വെച്ച് ആഹാരം ചവച്ചരിക്കുന്നത് തൊട്ട് ആമാശയത്തിൽ എത്തിച്ചേരുന്നത് വരെയാണ് ആദ്യത്തെ ഘട്ടമായിട്ടുള്ള ആഹാര സ്വീകരണം വരുന്നത്. രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള ദഹനമാണ് ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കിയടാ, ആഹാര പദാർത്ഥങ്ങൾ ഭാഗികമായിട്ട് ഡൈജഷൻ നടന്നു വരുന്ന ആഹാര പദാർത്ഥങ്ങൾ എന്ത് ചെയ്തു? 4 തൊട്ട് 5 മണിക്കൂർ വരെ. എത്ര? 4 തൊട്ട് 5 മണിക്കൂർ വരെ എവിടെ തുടരും? നമ്മുടെ ആമാശയത്തിൽ എന്ത് ചെയ്യും? നിലനിൽക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും? ആമാശയ ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം മൂലം ആഹാരം എന്ത് രൂപത്തിലാകുന്നു? കുഴമ്പ് രൂപത്തിൽ ആകുന്നു അല്ലെ. നമ്മുടെ ഈ ആമാശയ ഭിത്തിയിലെ തരംഗ ചലനം മൂലം എന്ത് ചെയ്യുന്നു? അവിടെ 4-5 മണിക്കൂർ ആഹാരം നിൽക്കുമല്ലേ. ആ ആഹാരം എന്ത് രൂപത്തിലാകുന്നു? കുഴമ്പ് രൂപത്തിൽ
ആകുന്നു. ഇനി അത് മാത്രമാണോ, വേറെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്? ആമാശയ ഭിത്തിയിലുള്ള ഗ്രന്ഥികൾ അല്ലെ, ആമാശയ ഭിത്തിയിൽ എന്തുണ്ട്? ഗ്രന്ഥികളുണ്ട്. ഈ ഗ്രന്ഥികൾ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ആമാശയ രസം അല്ലെ, ആമാശയ രസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ആമാശയ രസം എന്തിനു സഹായിക്കുന്നു? നമ്മുടെ ഈ ഡൈജഷൻ അല്ലെങ്കിൽ ഈ ഒരു ദഹനത്തെ കുറച്ചുകൂടി എളുപ്പത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഒന്നുമില്ല, വേറൊന്നുമില്ല പറഞ്ഞത്, നമ്മൾ നേരത്തെ അന്നപഥത്തിൽ നമ്മുടെ ഈ ഒരു ആമാശയത്തിൽ എത്തിച്ചേർന്ന ആഹാരം എന്ത് ചെയ്യുന്നു? 4-5 മണിക്കൂർ വരെ ഈ ആമാശയത്തിൽ തന്നെ നിൽക്കുന്നു. അവിടെ വെച്ച് അതിന്റെ തരംഗ ചലനം മൂലം അത് ഏത് ഫോമിലേക്ക് മാറുന്നു? ഒരു കുഴമ്പ് രൂപത്തിലേക്ക് മാറുന്നു. പിന്നെ അവിടെ തന്നെ നമ്മുടെ ഈ ആമാശയത്തിൽ എന്തുണ്ട്? ഗ്രന്ഥികളുണ്ട്. അവരെന്ത് ഉൽപ്പാദിപ്പിക്കും? ആമാശയ രസം ഉൽപ്പാദിപ്പിക്കും. ഇതെന്ത് ചെയ്യുന്നു? കുറച്ചും കൂടെ ആ ഒരു നമ്മുടെ ദഹനത്തെ കുറച്ചുകൂടെ സുഗമമാക്കാനായിട്ട് സഹായിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഇനി എന്താ പറയുന്നത്? അത് മാത്രമാണോ? ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ആമാശയം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ ആമാശയ രസം മാത്രമല്ല, ചെറിയ അളവിൽ, വളരെ ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ആര് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? നമ്മുടെ ആമാശയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് എന്തിനു സഹായിക്കുന്നു? മാംസ്യത്തിന്റെ ദഹനത്തിൽ. എന്തിന്റെ ദഹനത്തിനാണ്? മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ആമാശയം എന്തും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് എന്തിനു സഹായിക്കുന്നു? മാംസ്യത്തിന്റെയും അതുപോലെ തന്നെ രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കാനൊക്കെ സഹായിക്കുന്നു. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? ഇനി എന്താ പറയുന്നത്? അപ്പൊ ആമാശയത്തിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിച്ചതല്ലേ. അതിനുശേഷം ഈ ആഹാരം ഇനി എങ്ങോട്ടേ പോകുന്നുള്ളത് നമുക്കറിയാം. നോക്കിക്കേ, ആമാശയത്തിൽ വെച്ച് ഭാഗികമായി ദഹിച്ച്, പൂർണ്ണമായിട്ടും ദഹിച്ചു കഴിഞ്ഞോ? ഇല്ല, അതൊരു കുഴമ്പ് രൂപത്തിലായി, പിന്നെ ആസിഡുകൾ അതിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ മാത്രമേ നമ്മൾ പറഞ്ഞോളൂ. പക്ഷെ പൂർണ്ണമായിട്ടും ദഹിച്ചില്ല. ആ ഭാഗികമായിട്ട് ദഹിച്ച ആഹാരം എന്ത് ചെയ്യുന്നു? തുടർന്നുള്ള യാത്ര എങ്ങോട്ടേക്ക് പോകും? ചെറുകുടലിലേക്ക് പോകുന്നു. എങ്ങോട്ടേക്ക് പോകുന്നു? ചെറുകുടലിലേക്ക്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. ആമാശയത്തിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു? ചെറുകുടലിലേക്കാണ് ആഹാരം പിന്നീട് പോകുന്നത്. ഇനി ഇവിടെ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കി നോക്കാം. മനുഷ്യന്റെ ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. നോട്ട് ചെയ്യുക. ഒരു മനുഷ്യന്റെ ചെറുകുടലിന് എത്ര നീളമുണ്ടെന്നാണ് പറയുന്നത്? 5 മുതൽ എത്രയാണ്? 6 മീറ്റർ വരെ നീളം ഉണ്ട്. ഓക്കെ, 5 മുതൽ 6 മീറ്റർ വരെ നീളമാണ് ഒരു മനുഷ്യന്റെ ചെറുകുടലിന്റെ നീളം എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? പോഷണത്തിന്റെ 2ാം ഘട്ടമായിട്ടുള്ള ദഹനം അത് എവിടെ വെച്ച് തുടങ്ങിയതാണ്? ആമാശയത്തിൽ വെച്ച് തുടങ്ങിയതാണ്. ആഹാര സ്വീകരണം കഴിഞ്ഞ് ആമാശയത്തിൽ വെച്ച് പോഷണത്തിന്റെ 2ാമത്തെ ഘട്ടമായിട്ടുള്ള ദഹനം സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ആ ദഹനം അവിടെ കഴിഞ്ഞോ? ഇല്ല, അത് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നോക്കി, 2ാമത്തെ ഘട്ടമായിട്ടുള്ള ദഹനം പൂർത്തിയാകുന്നതും അതുപോലെ തന്നെ ആ പോഷക ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നതും എവിടെയാണ്? ചെറുകുടലിൽ വെച്ചാണ്. ഓക്കെ, അപ്പൊ ചെറുകുടലിൽ വെച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ദഹനം എന്ന് പറയുന്ന ആ ഒരു 2ാമത്തെ ഘട്ടം കംപ്ലീറ്റ് ആവുന്നത് എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ്. മാത്രമല്ല, പോഷക ഘടകങ്ങളുടെ ആഗിരണം സംഭവിക്കുന്നതും എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ഈ ചെറുകുടലിൽ വെച്ചിട്ടാണ്. അതാണ് ഇവിടെ പറയുന്നത്. നോക്കിക്കേടാ, 2ാമത്തെ ഘട്ടമായിട്ടുള്ള ദഹനം പൂർത്തിയാകുന്നതും അതുപോലെ തന്നെ പോഷക ഘടകങ്ങളുടെ ആഗിരണം സംഭവിക്കുന്നതും എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ്. അപ്പൊ ചെറുകുടലിനെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ ദഹനം കംപ്ലീറ്റ് ആവുന്ന 2ാമത്തെ പ്രോസസ്സായിട്ടുള്ള ദഹനം അവസാനിക്കുന്നതും ചെറുകുടലിൽ വെച്ചാണ്. പിന്നെ പോഷകങ്ങളുടെ ആഗിരണം സംഭവിക്കുന്നതും ചെറുകുടലിൽ വെച്ചാണ്. ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. പിന്നെന്താണ്? ചെറുകുടലിന്റെ ആദ്യ ഭാഗത്ത് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും അതുപോലെ തന്നെ ആഗ്നേയഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസവും അല്ലെ, ഇതെന്താണ്? നമ്മൾ നേരത്തെ ഭാഗികമായിട്ട് ദഹിച്ചു വന്ന ആഹാരത്തെ പൂർണ്ണമായിട്ട് ദഹിക്കാനായിട്ട് സഹായിക്കുന്നു. നമുക്കറിയാം, ആമാശയത്തിൽ വെച്ച ആഹാരം എങ്ങനെയാണ്? ഭാഗികമായിട്ട് അല്ലെ, പൂർണ്ണമായിട്ടും ദഹിച്ചു ഇല്ല, ഭാഗികമായിട്ടാണ് അത് ദഹിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ചെറുകുടലിലേക്ക് എത്തുന്ന ആഹാരം എന്ത് ചെയ്യുന്നു? ആ ദഹനം കംപ്ലീറ്റ് ആവുകയാണല്ലേ. അവിടെ പൂർണ്ണമായിട്ടും ആ ആഹാരം എന്ത് ചെയ്യാണ്? ദഹിക്കുകയാണ്. അപ്പൊ അതിന് സഹായിക്കുന്നത് ആരൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ചെറുകുടലിന്റെ ആദ്യ ഘട്ടത്തിൽ ആരാണ്? നമ്മുടെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും അതുപോലെ തന്നെ ആഗ്നേയഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസവും എന്ത് ചെയ്യുന്നു? ഈ നേരത്തെ ഭാഗികമായിട്ട് ദഹിച്ചു വന്ന ആഹാരത്തെ പൂർണ്ണമായിട്ട് ദഹിക്കാനായിട്ട് ഇവർ രണ്ടുപേരുമാണ് സഹായിക്കുന്നത്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? ചെറുകുടലിൽ വെച്ച് എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്ത് നോക്കാം. ചെറുകുടലിന്റെ ഭിത്തിയിൽ വിരലുകൾ പോലെ, നോക്കിയടാ, ചെറുകുടലിന്റെ ഭിത്തിയിൽ വിരലുകൾ പോലെ സൂക്ഷ്മങ്ങളായിട്ടുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇവിടെ വില്ലസിന്റെ പിക്ചർ ഉണ്ട്. ഇതെന്താണ്? ചെറുകുടലാണ്. അവിടെ ഇങ്ങനെ വിരലുകൾ പോലെ കാണപ്പെടുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ വില്ലസുകൾ എന്ന് പറയുന്നത്. ഈ വില്ലസുകളാണ് എന്തിനു സഹായിക്കുന്നത്? നോക്കിക്കേ, നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്
ഏതിലൂടെ, ആരുടെ സഹായത്തോടു കൂടിയാണ്? വില്ലസുകളുടെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ നമ്മുടെ ഈ ചെറുകുടലിന്റെ ഭിത്തിയിൽ വിരലുകൾ പോലെ കാണപ്പെടുന്ന സൂക്ഷ്മങ്ങളായിട്ടുള്ള ഭാഗങ്ങളാണ് എന്ത്? വില്ലസുകൾ എന്ന് പറയുന്നത്. ഈ വില്ലസുകളാണ് എന്തിനു സഹായിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഈ വില്ലസുകളാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ആഗിരണം, പോഷക ഘടകങ്ങളുടെ ആഗിരണമാണ് നമ്മുടെ പോഷണത്തിലെ മൂന്നാമത്തെ ഘട്ടം. അതും ചെറുകുടലിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. ഓക്കെ അല്ലേടാ? ആദ്യത്തെ ഘട്ടം ഏതാണ്? ആഹാര സ്വീകരണം. രണ്ടാമത് നമ്മൾ ദഹനമാണ് പറഞ്ഞത്. ദഹനം എവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു? ആമാശയത്തിൽ വെച്ച് തുടങ്ങിയല്ലേ? പക്ഷെ അവിടെ വെച്ച് തീർന്നില്ല, അവിടെ ഭാഗികമായിട്ടാണ് ദഹിക്കുന്നത്. പിന്നീട് നമ്മുടെ ചെറുകുടലിൽ വെച്ച് എന്ത് ചെയ്യുന്നു? അത് പൂർണ്ണമായിട്ടും ആ ഒരു ദഹനം എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നു. അടുത്ത മൂന്നാമതായിട്ടാണ് നമ്മുടെ ഈ ഒരു പോഷക ഘടകങ്ങളുടെ ആഗിരണം സ്റ്റാർട്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ ഘട്ടമാണ്. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ആ ഒരു ചെറുകുടലിന്റെ ഭിത്തിയിൽ എന്തുണ്ട്? വിരലുകൾ പോലെയുള്ള വില്ലസുകളുണ്ട്. ഈ വില്ലസുകളാണ് രക്തത്തിലേക്ക്, ഈ നമ്മുടെ ആഹാരത്തിൽ നിന്ന് ലഭിച്ച പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ചേരാനായിട്ട്, ആഗിരണം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോസസ്സ്. പോഷണത്തിലെ മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ആഗിരണമാണ് അല്ലെ? ആഗിരണം, അബ്സോർപ്ഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അതാണ് മൂന്നാമത്തെ പ്രോസസ്സ് അല്ലെ, മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അടുത്ത നോക്കാം. രക്തത്തിലേക്ക് എത്തിച്ചേർന്നു അല്ലെ? ഈ പോഷക ഘടകങ്ങൾ എവിടേക്ക് എത്തിച്ചേർന്നു? രക്തത്തിലേക്ക് എത്തിച്ചേർന്നു. ഇനി അവിടെ വെച്ച് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. രക്തത്തിലേക്ക് എത്തിച്ചേർന്ന പോഷക ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറുന്നു. രക്തത്തിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ നാനാഭാഗത്തേക്കും അതിൻ്റെ ഒരു എത്തിച്ചേരും അല്ലെ? അപ്പൊ രക്തത്തിലേക്ക് എത്തിച്ചേരുന്ന പ്രോസസ്സാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. പിന്നീട് അല്ലെങ്കിൽ ആഗിരണം എന്ന് പറയുന്നത്. രക്തത്തിലേക്ക് എത്തിച്ചേർന്ന ആ ഒരു പോഷക ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വാംശീകരണം എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അതായത് ആ ഒരു പോഷകങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യമുള്ള എല്ലാ മേഖലയിലേക്കും എത്തിച്ചേരുന്നു. അതാണ് ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറുന്നു എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അസിമിലേഷൻ അല്ലെങ്കിൽ സ്വാംശീകരണം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പോഷണത്തിന്റെ നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ ഘട്ടങ്ങളാണ് നമ്മൾ പഠിച്ചത്? ആഹാര സ്വീകരണം നമ്മൾ പഠിച്ചു. രണ്ടാമത് നമ്മൾ ദഹനം പഠിച്ചു. മൂന്നാമത് നമ്മുടെ ആഗിരണം പഠിച്ചു. നാലാമത് നമ്മൾ സ്വാംശീകരണം പഠിച്ചു. ഓക്കെ, മൊത്തം 5 ഘട്ടങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി ഒരാളും കൂടെ ഉണ്ടല്ലോ, നമുക്ക് അതിലേക്ക് എത്താം. അപ്പൊ എന്ത് ചെയ്തു? ആ ആഹാരം രക്തത്തിലേക്ക് ലയിച്ചു. പിന്നീട് അത് എന്ത് ചെയ്തു? ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ട് അത് മാറി. ഇനി അതവിടെ വെച്ച് നടന്നു. ഇനി അടുത്ത് ദഹിച്ച ആഹാരത്തിൽ ശരീരത്തിന് വേണ്ടാത്ത പദാർത്ഥങ്ങൾ ഉണ്ടാകും അല്ലെ? നമ്മൾ ആ ദഹിച്ചു കഴിഞ്ഞ ആഹാരത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഈ അബ്സോർപ്ഷൻ നടന്ന് രക്തത്തിലൂടെ ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. ഇനി അതിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പദാർത്ഥങ്ങൾ ഉണ്ടാവുമല്ലേ? ഇവയ്ക്ക് എന്താണ് സംഭവിക്കുന്നതാണ് അടുത്ത് പറയുന്നത്. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷം, പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് അത് രക്തത്തിലേക്കൊക്കെ പോയതിനു ശേഷം പിന്നീട് എന്ത് സംഭവിക്കുന്നു? ആ ആവശ്യമില്ലാത്ത അവശിഷ്ടങ്ങൾ, നമ്മൾ കഴിച്ച ആഹാരത്തിന്റെ ദഹിച്ചു കഴിഞ്ഞതിന് ശേഷം വരുന്ന അവശിഷ്ട ഭാഗങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? വൻകുടലിലേക്ക് നീങ്ങുന്നു. ഇതാണ് വൻകുടൽ എന്ന് പറയുന്നത്. ഈ വൻകുടലിലേക്ക് അതെന്ത് ചെയ്യുന്നു? നീങ്ങുന്നു. ഇനി അവിടെ വെച്ച് എന്താ സംഭവിക്കുന്നത്? വൻകുടലിൽ വെച്ച് ദഹനാവശിഷ്ടങ്ങളിലുള്ള ജലവും അതുപോലെ ലവണങ്ങളും എന്ത് ചെയ്യുന്നു? ആവശ്യാനുസരണം ആഗിരണം ചെയ്യപ്പെടുന്നു. ഇനി ഒരു അവശിഷ്ടങ്ങൾ എന്തുണ്ട്? അതിനകത്തുള്ള ജലവും ലവണങ്ങളും എന്ത് ചെയ്യുന്നു? അത് മാറ്റുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ഈ വൻകുടലിൽ വെച്ചിട്ടാണ്. ഒന്നുകൂടെ പറയാം. നമ്മളെ ആ ഒരു ആഗിരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഒരു ആ ദഹിച്ചു വരുന്ന ആഹാരം, അതിലെ അവശിഷ്ടങ്ങൾ പിന്നീട് ചെല്ലുന്നത് എവിടെയാണ്? വൻകുടലിലാണ്. വൻകുടലിൽ വെച്ച് എന്ത് ചെയ്യുന്നു? അതിനകത്തുള്ള ജലവും അതുപോലെ ലവണങ്ങളും എന്ത് ചെയ്യുന്നു? മാറ്റപ്പെടുന്നു. അത് എവിടെ വെച്ചാണ് നടക്കുന്നത്? വൻകുടലിൽ വെച്ചാണ് നടക്കുന്നത്. ഇനി തുടർന്ന് മലാശയത്തിൽ സംഭരിക്കുന്ന ദഹനാവശിഷ്ടങ്ങൾ എന്ത് ചെയ്യുന്നു? മലദ്വാരത്തിലൂടെ അത് പുറന്തള്ളുന്നു. അങ്ങനെയാണ് അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ജലവും ലവണങ്ങളുമാണ് എവിടെ വെച്ച് മാറ്റുന്നത്? വൻകുടലിൽ വെച്ച് മാറ്റുന്നത്. പിന്നീട് വരുന്ന അവശിഷ്ടങ്ങളാണ് മലദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകുന്നത്. ഈ പുറന്തള്ളൽ പ്രക്രിയയാണ് വിസർജനം എന്ന് പറയുന്നത്. നമ്മുടെ പോഷണത്തിന്റെ 4ാം ഘട്ടമാണ് അഞ്ചാമത്തെ ഘട്ടമാണ് വിസർജനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? അപ്പൊ ആഹാര സ്വീകരണം, രണ്ടാമത് നമ്മൾ ദഹനം പഠിച്ചു. മൂന്നാമത് നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ ആ ഒരു ആഗിരണം, പോഷക ഘടകങ്ങളുടെ ആഗിരണം പഠിച്ചു. പിന്നെ സ്വാംശീകരണം അല്ലെ? അത് ശരീരത്തിന്റെ ഭാഗമായിട്ട് ആ പോഷക ഘടകങ്ങളൊക്കെ രക്തത്തിലൂടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറുന്നത് സ്വാംശീകരണം നമ്മൾ പഠിച്ചു. അഞ്ചാമതായിട്ട് ഈ വൻകുടലിൽ എത്തിച്ചേർന്ന ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും ലവണങ്ങളും ജലവും മാറ്റപ്പെടുന്നതിന് ശേഷം ഈ ആഹാര അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മലദ്വാരത്തിലൂടെ അത് പുറത്തേക്ക് പുറന്തള്ളുന്നു. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിസർജനം എന്ന് പറഞ്ഞു. അതാണ് പോഷണത്തിന്റെ 5ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു
ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? നോക്കിയടാ, ആദ്യം ആഹാരം സ്വീകരിക്കൽ കഴിഞ്ഞ് പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ദഹനമാണല്ലേ, ദഹനം സംഭവിക്കുന്നു. ഈ ദഹനം എവിടേക്ക് വെച്ചാണ് സംഭവിക്കുന്നത്? നമ്മൾ കഴിച്ചിറങ്ങുന്ന ആഹാരം ആമാശയത്തിൽ എത്തിച്ചേരുന്നു. ആമാശയത്തിൽ വെച്ച് ഭാഗികമായിട്ട് എന്താണ് ദഹനം നടക്കുന്നു. അത് പിന്നീട് എവിടേക്ക് എത്തിച്ചേരുന്നു? ചെറുകുടലിൽ എത്തിച്ചേരുകയും ചെറുകുടലിൽ വെച്ചാണ് ദഹനം എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ് ആവുന്നത്. നമ്മൾ കഴിച്ച ആഹാരം പൂർണ്ണമായിട്ടും ദഹിക്കുന്നത് ചെറുകുടലിൽ എത്തുമ്പോഴാണ്. ഓക്കെ, ദഹനം. ഇനി ദഹനം കഴിഞ്ഞ് പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ആ ആഹാരത്തിൽ നിന്നും ആഗിരണം സംഭവിക്കുന്നു അല്ലെ. പോഷക ഘടകങ്ങളുടെ ആഗിരണമാണ് പിന്നെ സംഭവിക്കുന്നത്. പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്നു. അതാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ആഗിരണം ചെയ്ത ആ ഒരു പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറുന്നു. അതിന് നമ്മൾ സ്വാംശീകരണം എന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം ഈ അവശിഷ്ടം വന്ന വസ്തുക്കൾ അല്ലെ, ആ ദഹനത്തിന് ശേഷം വന്ന ആ ഒരു വസ്തുക്കൾ, അതിൽ ലവണവും ജലവും മാറ്റിയതിനു ശേഷം പിന്നീട് ആ വസ്തുക്കളെ പുറത്തു പോകുന്ന പ്രോസസ്സിന് നമ്മൾ എന്താണ് പറഞ്ഞത്? വിസർജനം. അതാണ് അവസാനത്തെ ഘട്ടം. അപ്പൊ വിസർജനം. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? വിസർജനം സംഭവിക്കുന്നു. വിസർജനം അല്ലെങ്കിൽ എന്താണ്? ഇജക്ഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം എന്താണ്? ആഹാരം സ്വീകരിക്കുന്നു, പിന്നീട് ദഹനം നടക്കുന്നു, മൂന്നാമത് ആഗിരണം നടക്കുന്നു, നാലാമത് സ്വാംശീകരണം നടക്കുന്നു, അഞ്ചാമതായിട്ട് വിസർജനം നടക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ നോക്കിക്കേടാം. ഇതിൽ ആദ്യം മുതലാണ് ആഹാരം നമ്മൾ കഴിക്കുന്നത് മുതൽ നമ്മളെ സഹായിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ ആളാരാണ്? നമ്മുടെ ഉമിനീർ ഗ്രന്ഥി, വായയൊക്കെ വരുന്ന ഒരു ഭാഗമാണല്ലേ, വായ വരും. അതുപോലെ ഇതെന്താണ്? ഉമിനീർ ഗ്രന്ഥിയാണ്. പ്രധാനമായിട്ടും ആരാണ്? ഉമിനീർ ഗ്രന്ഥിയാണ് ഈ കാണിക്കുന്നത്. ഉമിനീർ ഗ്രന്ഥി. ഓക്കെ അല്ലേ? ഉമിനീർ ഗ്രന്ഥിയാണ് അല്ലേ. പിന്നീട് എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് കഴിക്കുന്ന ആഹാരം നമ്മുടെ പല്ലുകളും നാക്കും ഒക്കെ സഹായിച്ചു, ഉമിനീറും ഒക്കെ സഹായിച്ചു. പിന്നീട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? അന്നനാളം. രണ്ടാമത് ബി എന്താണ്? അന്നനാളമാണ്. അന്നനാളം എന്താണ്? ആഹാരത്തെ ആമാശയത്തിലേക്ക് എത്തിക്കുന്ന ഒരു കുടലുകളാണല്ലേ അന്നനാളം എന്ന് പറയുന്നത്. ആ അന്നനാളത്തിലൂടെ ആഹാരം എവിടേക്ക് എത്തിച്ചേരുന്നു? ഇവിടേക്ക്, നമ്മുടെ ആമാശയത്തിലേക്ക്. അപ്പൊ ആമാശയമാണ് അടുത്ത് വരുന്നത്. ആമാശയത്തിലേക്ക് എത്തിച്ചേരുന്നു. ആമാശയം. ഓക്കെ, ആമാശയത്തിലേക്ക് എത്തിച്ചേരുന്ന ആഹാരം ഭാഗികമായിട്ടാണ് അവിടെ വെച്ച് എന്ത് ചെയ്യുന്നത്? ദഹനം നടക്കുന്നത്. ആ ദഹനം നടന്നതിന് ശേഷം പിന്നീട് ആഹാരം എവിടേക്കാണ് എത്തിച്ചേരുന്നത്? ചെറുകുടൽ അല്ലേ. ചെറുകുടലിലേക്കാണ് പിന്നീട് ആഹാരം എത്തിച്ചേരുന്നത്. ചെറുകുടൽ. ഓക്കെ അല്ലേടാ? പിന്നീട് ചെറുകുടലിൽ നിന്നും പിന്നീട് ആഹാരം എവിടേക്ക് എത്തിച്ചേരുന്നു? വൻകുടലിലേക്ക്. നോക്കേടാ, ഇതാണ് വൻകുടൽ. വൻകുടലിലേക്ക് ആഹാരം എത്തിച്ചേരുന്നു. ഓക്കെ, വൻകുടലിൽ നിന്നും പിന്നീട് എന്ത് ചെയ്യുന്നു? നമ്മുടെ മലാശയത്തിലൂടെ. ഇതാണ് മലാശയത്തിലൂടെ അവസാനം മലാശയത്തിലൂടെ അതെന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്ന പ്രോസസ്സാണ് വിസർജനം എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ആദ്യം വായ, അതുപോലെ ഉമിനീര്, അതുപോലെ പല്ല്, ഇതിൻ്റെയൊക്കെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? അന്നനാളം വഴി എവിടേക്ക് എത്തിച്ചേരുന്നു? ആമാശയത്തിലേക്ക് എത്തിച്ചേരുന്നു. പിന്നെ ആ അന്നനാള ഭിത്തിയുടെ തരംഗബലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആഹാരം ആമാശയത്തിലേക്ക് എത്തിച്ചേരുന്നു. അതിനെ നമ്മൾ വിളിച്ച പേരാണ് പെരിസ്റ്റാൾസിസ് അല്ലേ. അവിടെ നിന്ന് അന്നനാളത്തിൽ നിന്ന് ആമാശയത്തിലേക്ക് എത്തിച്ചേരുന്നു. ആമാശയത്തിൽ എന്ത് സംഭവിക്കുന്നു? ഭാഗികമായിട്ട് ദഹനം നടക്കുന്നു. പിന്നീട് അവിടെ നിന്ന് ചെറുകുടലിലേക്ക് എത്തിച്ചേരുന്നു. ചെറുകുടലിൽ നിന്ന് പിന്നീട് വൻകുടലിലേക്കും എന്താണ്? അവിടെ ലവണങ്ങളും ജലവും ഒക്കെ മാറ്റപ്പെടുന്നു. പിന്നീട് ആ വിസർജ്യ വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? മലാശയം വഴി പുറത്തേക്ക് പുറന്തള്ളുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കുക. പിന്നെ എന്താണ്? നമ്മൾ ഒരു പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് പഠിച്ചു. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആ ഓരോ ഘട്ടങ്ങളല്ലേ, ആഹാരം സ്വീകരിക്കുന്നത്, പിന്നീട് ദഹനം നടക്കുന്നത്, അതുപോലെ എന്താണ്? ആഗിരണം, സ്വാംശീകരണം, പിന്നീട് ആ ഒരു വിസർജനം. ഇത്രയും കാര്യങ്ങൾ, ഈ പ്രോസസ്സൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ച് വയ്ക്കുക. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്താണ്? നമ്മൾ കുറച്ച് ചോദ്യങ്ങളും കൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. പാൽപ്പല്ലുകളെ കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ് ശരിയായത്? ഓക്കെ, ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. കുഞ്ഞുങ്ങൾക്ക് ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ് പാൽപ്പല്ലുകൾ മുളയ്ക്കുന്നത്. ശരിയല്ലേ? ശരിയാണല്ലേ. പാൽപ്പല്ലുകൾ 6 മാസം പ്രായമാകുമ്പോഴാണ് മുളയ്ക്കുന്നത്. രണ്ടാമത് നോക്കിക്കേ. മുകളിലും താഴെയുമായി ആകെ 32 പാൽപ്പല്ലുകളാണ് ഉണ്ടാകുന്നത്. ആണോടെ? മുകളിലും താഴെയുമായിട്ട് 32 പാൽപ്പല്ലുകളാണോ? തെറ്റല്ലേ അത്? 10 അല്ലേ, 20 പാൽപ്പല്ലുകളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത് നോക്കിക്കേ. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയതിനു ശേഷം മുളയ്ക്കുന്നവയാണ് സ്ഥിരദന്തങ്ങൾ. ശരിയല്ലേ? പെർമനന്റ് ടീത്ത് അല്ലെ. നമ്മൾ ആ ഒരു പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയതിനു ശേഷം പിന്നീട് മുളയ്ക്കുന്ന ടീത്താണ് ഏത്? നമ്മുടെ സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 1ഉം 3ഉമാണ് അവിടെ ശരിയായിട്ടുള്ളത്. 1ഉം 3ഉം ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ശരിയായിട്ടുള്ളത് എന്നിവ മാത്രമാണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്.
അടുത്ത ചോദ്യം നോക്കാം. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയെ എന്ത് വിളിക്കുന്നു? ഓക്കേടാ, ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പിന്നീട് എന്ത് ചെയ്യുന്നു, അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുന്നത്? പോഷണമാണോ, ശ്വസനമാണോ, വിസർജനമാണോ, ദഹനമാണോ? നമുക്കറിയാം അല്ലെ, പോഷണമാണ് അല്ലെ, പോഷണം ഓപ്ഷൻ എ. വിസർജനം, ദഹനം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഒരു ഭാഗമാണ്, അതിൻ്റെ ഒരു ഘട്ടമാണ് ദഹനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിസർജനം എന്നൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. മനുഷ്യന്റെ ചെറുകുടലിന് ഏകദേശം എത്ര മീറ്റർ നീളമുണ്ടെന്നാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്? 1:2 ആണോ, 3:4 ആണോ, 5:6 ആണോ, അതോ 8-10 മീറ്റർ നീളമാണോ? ഏതാണ്? കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു, 5-6 മീറ്റർ നീളമാണ് മനുഷ്യന്റെ ചെറുകുടലിന് ഉള്ളത്. അടുത്ത ചോദ്യം നോക്കാം. അന്നനാള ഭിത്തിയിലൂടെ തരംഗ രൂപത്തിലുള്ള ചലനം വഴി ആഹാരം ആമാശയത്തിലേക്ക് എത്തുന്ന പ്രക്രിയയെ എന്ത് വിളിക്കുന്നു? കുറച്ച് മുന്നേ കൂടെ ഞാൻ പറഞ്ഞതാണല്ലേ, അന്നനാള ഭിത്തിയിലൂടെ ആ തരംഗ രൂപത്തിലുള്ള ചലനം മൂലമാണ് ആഹാരം എവിടേക്ക് എത്തിച്ചേരുന്നത്? ആമാശയത്തിലേക്ക് എത്തിച്ചേരുന്നത്. ആ ഒരു ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ദഹനമാണോ, പെരിസ്റ്റാൾസിസ് ആണോ, ആഗിരണമാണോ, സ്വാംശീകരണമാണോ? ഏതാണ്? ഓപ്ഷൻ ബി, പെരിസ്റ്റാൾസിസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതെന്നാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്? പാൻക്രിയാസ് ആണോ, തൈറോയ്ഡ് ഗ്രന്ഥിയാണോ, കരളാണോ, അതോ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണോ? ഏതാണ്ടേ? കരളാണല്ലേ, കരളാണ്. അടുത്ത ചോദ്യം നോക്കാം. പോഷണത്തിന്റെ 4ാം ഘട്ടം ഏതാണ്? 4ാം ഘട്ടം ഏതാണ്? ആദ്യം ആഹാരം സ്വീകരിക്കലാണ്, പിന്നീട് രണ്ടാമത് ദഹനമാണ്, മൂന്നാമത് ഏതാണ്? ആഗിരണമാണ്, 4ാമത് ഏതാണ്? സ്വാംശീകരണം, 5ാമത് വിസർജനം. ഇപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി, സ്വാംശീകരണമാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. രക്തത്തിലെത്തിയ പോഷക ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമായി മാറുന്ന പ്രക്രിയ ഏതെന്നാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ രക്തത്തിലെത്തിയ പോഷക ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമായി തീരുന്ന പ്രക്രിയ നമ്മൾ എന്ത് പേരിലാണ് വിളിച്ചത്? ദഹനമാണോ, സ്വാംശീകരണമാണോ, ആഗിരണമാണോ, വിസർജനമാണോ? സ്വാംശീകരണമാണ് അല്ലേ, സ്വാംശീകരണം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ നമ്മുടെ ഈ മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്നുള്ള ചാപ്റ്ററിലെ ദഹനത്തെ പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ടും ഇന്ന് പഠിച്ചത് അല്ലെ. ആ ദഹനം എവിടെയൊക്കെ വെച്ച് നടക്കുന്നു അല്ലെ, ഏതൊക്കെ ഭാഗങ്ങളാണ് ദഹനത്തിലുള്ളത്, എന്തൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ പല്ലുകളെ കുറിച്ച്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യത്തെ ഭാഗത്തിൽ ഇപ്പോൾ പഠിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കൂടാ? ശ്വസനത്തെ പറ്റിയിട്ടായിരിക്കും നമ്മൾ അടുത്ത് പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.